ഹരീഷ് നാരായണൻ ചേരുകയാണ് ചേലക്കരയിൽ നിന്നും വിശദാംശങ്ങളുമായി. ഹരീഷ്, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ചേലക്കരയിൽ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് 3 സ്ഥാനാർത്ഥികളുമുള്ളത്. ഏത് രീതിയിലായിരിക്കും ചേലക്കരയിലെ ജനങ്ങൾ ഇതിന് മറുപടി നൽകുക? സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകളൊക്കെ ഇപ്പോഴും എത്രത്തോളം നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്? ശ്രീകാർത്തിക, വലിയ പ്രതീക്ഷ തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും ചേലക്കരയിൽ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വോട്ടെണ്ണൽ അതിൻ്റെ അവസാന നിമിഷങ്ങൾ പോലും വലിയ ശുഭാപ്തി വിശ്വാസം, ശുഭപ്രതീക്ഷയൊക്കെയാണ് 3 സ്ഥാനാർത്ഥികളും പങ്കുവെച്ചത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. നാളെ 8 മണിയോടുകൂടി തന്നെ കൃത്യമായി ഈ വോട്ടെണ്ണൽ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതീക്ഷ 3 സ്ഥാനാർത്ഥികളും വെച്ചു പുലർത്തുന്നു. ഏകദേശം 10,000-ഓളം വോട്ടുകൾ ലഭിക്കുമെന്നാണ് ഇടത് മുന്നണി പ്രതീക്ഷിക്കുന്നത്. 5,000 മുതൽ 7,000 വരെയുള്ള വോട്ടുകൾ കോൺഗ്രസും പ്രതീക്ഷിക്കുന്നു. അത്രത്തോളം വോട്ടുകൾ തന്നെ ബി ജെ പിയും അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു സ്ഥാനാർത്ഥികളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ഒരു ആവേശം, ഒരു കൃത്യമായ ത്രികോണ മത്സരം തന്നെ ചേലക്കരയിൽ കാണാൻ നമുക്ക് സാധിക്കും. കാരണം ഇടത് കോട്ടയാണ് ചേലക്കര, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ UR പ്രദീപിന് വളരെയധികം സ്വാധീനമുള്ള ഒരു മണ്ഡലം. കെ രാധാകൃഷ്ണനൊക്കെ വളരെയധികം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച മണ്ഡലമാണ്. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരനായി UR പ്രദീപ് വരുന്നു. അതുകൊണ്ട് തന്നെ ഇടത് കോട്ട എന്നുള്ള ആ ഒരു ലേബൽ അത് നിലനിർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതായിരുന്നു ഇടത് മുന്നണിയുടെ ഒരു അജണ്ട. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് രമ്യ ഹരിദാസിന് വലിയ സ്വാധീനം പാലക്കാടും ചേലക്കരയിലുമൊക്കെയായി വലിയ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ് രമ്യ ഹരിദാസ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചേലക്കരയിൽ വലിയൊരു സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മണ്ഡലം അത് പിടിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം അതുതന്നെയാണ് കോൺഗ്രസും ഇത്രയും ദിവസത്തോളമായി ഈ ഒരു ദിവസങ്ങളുടെ പ്രവർത്തനത്തിൽ കാഴ്ചവെച്ചത്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഈ ഒരു അവസാന ഘട്ടത്തിലും ഈ ഒരു വിധി നിർണ്ണയത്തിൻ്റെ ആ ഒരു മണിക്കൂറുകളിലേക്ക് അടുക്കുമ്പോഴും ഈ ഒരു കോൺഗ്രസും പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. BJPക്കും വലിയ ശക്തി കേന്ദ്രങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ് ചേലക്കര എന്നുള്ളത്. പല പ്രദേശങ്ങളിലും വലിയ ശക്തി കേന്ദ്രങ്ങളാണ് BJPക്ക് ചേലക്കരയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം, ഒരു ഭരണ മാറ്റം, ഒരു അട്ടിമറി എല്ലാം BJPയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന നേതാക്കളെല്ലാം 3 മുന്നണികളുടെയും ചേലക്കരയിലേക്ക് എത്തി വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ, വലിയ രീതിയിലുള്ള പ്രചരണം ആണ് നടത്തിയത്. നേരിട്ട് ആളുകളിലേക്ക് എത്തി വോട്ടഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രിയാണ് ആയാലും പ്രതിപക്ഷ നേതാവായാലും NDAയുടെ മുതിർന്ന നേതാക്കളായാലും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തി വലിയ രീതിയിലുള്ള പ്രചരണം കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിധി, അല്ലെങ്കിൽ അവർ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് ഏറ്റവും വലിയ നിർണായകമായ കാര്യം തന്നെയാണ്.